ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമുക്കിങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല, അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. അത് 20-ാമത്തെ വാക്യം. ഇത് യെശയ്യാ പ്രവചനത്തിൽ നിന്നും കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്. യെശയ്യാ പ്രവചനം 42:3 ഇപ്രകാരം പറയുന്നു: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? കർത്താവിനെക്കുറിച്ച് പറയുന്നതാണ് അവൻ എന്നിവിടെ. അവനെന്ന് വെച്ചാൽ കർത്താവ് ഭൂമിയിൽ വരാനായിട്ടുള്ള പ്രവചനങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരുന്ന പ്രവാചകന്മാരാണ് യെശയ്യാ പ്രവാചകനും എസെക്കിയേൽ പ്രവാചകനും മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും. അപ്പോൾ പ്രത്യേകിച്ചും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിന് വേണ്ടിയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല. ഓട എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓടക്കുഴലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു റീഡ് ഉണ്ടല്ലോ, അതാണ് ഈ ഓട എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഈ ആറ്റിൻ്റെ തീരത്തൊക്കെ വളരുന്ന ഒരു നീളമുള്ള ചെടിയാണ്. അതിൻ്റെ തണ്ട് ഇങ്ങനെ ഓട കുഴലായിട്ട് ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ളതാണ്. അപ്പം ഇത് സാധാരണ കുട്ടികളും ആട്ടിടയന്മാരെ ഇപ്പോൾ വനത്തിൽ പോകുന്നവരും അവരുമൊക്കെ ഇതിങ്ങനെ ആ ഓട പറിച്ചിട്ട് അതിങ്ങനെ ഉപയോഗിക്കും. ഇവിടെ പറയുന്നത് ചതഞ്ഞ ഓട, അതായത് ആ ഓടയിൽ കൂടെ നല്ല ശബ്ദം വരണമെങ്കിൽ അത് ചതയാതെ നന്നായിരിക്കണം. അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും അതിൻ്റെ എയർ പോകത്തക്കവണ്ണം അത് ചതഞ്ഞിട്ടോ ഒടിഞ്ഞിട്ടോ ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്തുനിന്ന് നല്ല ശബ്ദം പുറപ്പെടുകയില്ല. അപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്നത് മനുഷ്യരുടെ കാര്യമാണ്. ചതഞ്ഞ ഓടയെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിരാശയും ഒരു പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവർ, വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവർ, ഇനി എന്നെക്കൊണ്ടൊന്നിനും സാധ്യമല്ല എന്ന് പറയുന്നവർ, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്തു പോയി, ഇനി എന്താണ് എൻ്റെ ഗതി എന്ന് അത് പറയുന്ന പോലെ തന്നെയാണ് പുകയുന്ന തിരി. പുകയുന്ന തിരി എന്ന് വെച്ചാൽ ആ വിളക്ക് എണ്ണ കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനകത്ത് എണ്ണ കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ തിരി പുകയാൻ തുടങ്ങുമ്പോൾ ഒത്തിരി കരി ആ തിരിയുടെ അറ്റത്ത് വന്നിരിക്കുകയും പിന്നെ അത് ക്രമേണ അങ്ങ് കെട്ടുപോവുകയും ചെയ്യും. എന്നാൽ കർത്താവിൻ്റെ സ്വഭാവം എന്താണ്? ആ പുകയുന്ന തിരി, അതും മനുഷ്യനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രത്യാശയില്ലാത്തവർ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർ, അവരിൽ വിശ്വാസവും പ്രത്യാശയും നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 2 ഉദാഹരണങ്ങളും മനുഷ്യരുടെ മാനസിക അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരികയാണെങ്കിൽ അത് കർത്താവ് ജീവനുള്ളതായി, അതായത് ആ ചതഞ്ഞ ഓടയെ അവൻ റിപ്പയർ ചെയ്ത് നന്നാക്കിയെടുക്കും. അതുപോലെ തന്നെ പുകയുന്ന തിരിക്ക് അവൻ എണ്ണ ഒഴിച്ചു കൊടുക്കും, ആ സ്നേഹം പകർന്നു കൊടുക്കും, വിശ്വാസം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അർത്ഥം. അപ്പം കർത്താവ് വരുമ്പോൾ എന്താണ്? പ്രത്യാശ ഉളവാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നുവെന്ന് 147-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം പറയുന്നു. അപ്പോൾ ഈ മനം തകർന്നവരെക്കുറിച്ചാണ് ചതഞ്ഞ ഓടയെന്നും പുകയുന്ന തിരിയെന്നും ഒക്കെ പറയുന്നത്. അപ്പം കർത്താവ് എന്താണ് ചെയ്യുന്നത്? അവനവരെ സൗഖ്യമാക്കുന്നു.
അവരുടെ മനസ്സിന് ആശ്വാസം നൽകുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. അവർ പണ്ടുള്ളതിനേക്കാൾ ആരോഗ്യമുള്ള ചിന്തകളുള്ളവരായി മാറുന്നു, പ്രത്യാശയുള്ളവരായി മാറുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്? നമ്മുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, കർത്തൃസന്നിധിയിലേക്ക് അടുത്ത് വരികയാണെങ്കിൽ അവൻ തൻ്റെ പ്രത്യാശ കൊണ്ട് നമ്മെ നിറയ്ക്കും, തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ജീവിപ്പിക്കും. കർത്താവ് നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് എക്സാമ്പിളൊക്കെ പലത് കാണാൻ കഴിയും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്ന പാപിനിയായ സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ എല്ലാവരും കുറ്റം വിധിച്ചു. അവൾ നടുക്ക് നിൽക്കുകയാണ്. കല്ലേറെപ്പം വരും, ഇപ്പോൾ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കർത്താവ് അവളെ വളരെ ബുദ്ധിപൂർവമായിട്ട് കൃപയോടെ, അത് കമ്പാഷനേറ്റായിട്ട് അവളെ അവരുടെ ശിക്ഷയിൽ നിന്നും വിടുവിക്കുന്നു. എന്നിട്ട് കർത്താവ് അവളെ കുറ്റം പറഞ്ഞോ? ഇല്ല. ഒന്ന് മാത്രം പറഞ്ഞു, മകളെ പോവുക, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ പാപമാണ് നമുക്ക് ഈ വിധത്തിലുള്ള ആ ഒരു അവജ്ഞയും നിന്ദയും കുറ്റപ്പെടുത്തലുകളും ജീവിതത്തിനോടുള്ള മടുപ്പും ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ കർത്താവ് എന്താണ് പറയുന്നത്? നിൻ്റെ പാപമൊക്കെയും ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു, ഇനി ജീവിക്കുക എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കുക. ഇതാണ് നമ്മെക്കുറിച്ചൊക്കെയും കർത്താവ് ആഗ്രഹിക്കുന്നത്. ഏത് നിരാശയാണെങ്കിലും അതൊന്നും ഒരു മുന്നോട്ട് പോകുന്നതിന് തടസ്സമാകരുത്. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവൻ നമ്മെ ബലപ്പെടുത്തും. അവൻ നമുക്ക് സകലത്തിനും മതിയായവനാണ്. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആമേൻ.